ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിലും ജില്ലയിലെ 4 നഗരസഭകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 53 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ അംഗങ്ങൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യ പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് 27-ന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന വോട്ടർമാരുടെ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ സിഇഒ കേരളയുടെ വെബ്സൈറ്റിൽ www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ സാധിക്കാത്തവർ, താമസം മാറിയവർ, മരണപ്പെട്ടവർ എന്നിങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ ഒഴിവാക്കുന്നവരുടെ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വോട്ടർമാർക്ക് ലിസ്റ്റ് പരിശോധിച്ച് ആക്ഷേപങ്ങൾ ഉള്ള പക്ഷം അതത് BLOമാരെ സമീപിക്കാം. നാളെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി നാളെ രാവിലെ 7-ന് തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടും. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ആറന്മുളയിൽ പൂർത്തിയായി. നാളെ രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും 23-ന് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും 25-ന് പെരുനാട് ശാസ്താ ക്ഷേത്രത്തിലും രാത്രി വിശ്രമം നടത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിൽ മണ്ഡലപൂജയും നടക്കും. അന്നേ ദിവസം രാത്രി 11-ന് നടയടച്ചാൽ മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. മകരവിളക്കുകാലത്തെ പൂജകൾക്ക് ഡിസംബർ 31-ന് പുലർച്ചെ തുടക്കമാകും. ജനുവരി 11-ന് എരുമേലി പേട്ടതുള്ളൽ നടക്കും. 12-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തുനിന്ന് പുറപ്പെടും. 14-നാണ് തങ്കയങ്കി ചാർത്തി ദീപാരാധനയും മകരവിളക്ക് മഹോത്സവവും നടക്കുക. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി സ്വദേശിയായ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ റോഡം എന്നിവരെ SIT സംഘം അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ കമ്മീഷണർ N. വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, മുൻ തിരുവിതാംകൂർ കമ്മീഷണർ KS ബൈജു എന്നിവരെയും SIT നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ഈ മാസം 5-ന് ശേഷം ഗുരുതര സ്തംഭനാവസ്ഥ ഉണ്ടായെന്നും കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ വിവേചനം കാണിക്കരുതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.